ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ ലിയോ ലോണ്ടറി ഏരിയയിൽ ഇരിക്കുവാണ്. ആ ടൈമിന് ഷാ അങ്ങോട്ടേക്ക് എത്തും. ഇന്നലെ ഞാൻ ഒരുപാട് മെസ്സേജസ് ഒക്കെ അയച്ചു, പക്ഷെ അതിന്റെ ഒരു റിപ്ലൈയും കണ്ടില്ല. എന്ത് പറ്റി നിനക്കെന്നതിന് ചോദിക്കും. ലിയോ ആണെങ്കിലോ ഭയങ്കര ദേഷ്യത്തിൽ ഇരിക്കുവാണ്. ഞാൻ കാരണമാണല്ലോ നിന്റെ അടുത്ത് വന്നത്. അവൻ അങ്ങനെയൊക്കെ കാണിച്ചതില് എന്റെ അടുത്ത് നിനക്ക് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കും. താൻ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? തന്റെ ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ടല്ലേ? കഴിഞ്ഞെങ്കിൽ ഇവിടെ നിന്ന് പോയിക്കൂടെ എന്ന് ചോദിക്കും. ഏയ്, ആര് പറഞ്ഞു വാഷ് ചെയ്ത് കഴിഞ്ഞെന്ന്? ഇതേ കഴിഞ്ഞിട്ടൊന്നും ഇല്ലാന്നും പറഞ്ഞ് ഒരു സോക്സ് ഊരി ആദ്യം വാഷിംഗ് മെഷീനിലേക്ക് ഇടും. എന്താ, ഇപ്പോഴെങ്കിലും കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ പോയി കൂടെന്ന് വീണ്ടും ലിയോ ചോദിക്കും. ഏയ്, ആര് പറഞ്ഞു? ദേ ഒരെണ്ണം കൂടെ ഉണ്ടെന്നും പറഞ്ഞ് വീണ്ടും ഒരു സോക്സും കൂടി അഴിച്ച് വാഷിംഗ് മെഷീനിലേക്ക് ഇടും. ഇനിയെങ്കിലും തീർന്നില്ലേ? ഒന്നും കൂടി പോയിക്കൂടെന്ന് ചോദിക്കും. ഇല്ലില്ല, എന്റെ തീർന്നിട്ടൊന്നും ഇല്ലാന്നും പറഞ്ഞ് വേറൊന്നും ഇടാനില്ലാണ്ട് പുള്ളിക്കാരൻ ടീഷർട്ട് വലിച്ചൂരാനായിട്ട് പോകും. അപ്പൊ തന്നെ ലിയോ തടുത്തിട്ട്, നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത്? ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്. ഇവിടെ വെച്ച് ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് നാണമില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്? എനിക്ക് നിന്റെ അടുത്ത് ഒന്ന് സംസാരിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഡ്രസ്സ് മുഴുവനായിട്ട് അയച്ചിടാനും എനിക്കൊരു മടിയും ഇല്ലാന്ന് പറയും. ഓക്കെ, എന്താണെങ്കിലും നീ എന്റെ അടുത്ത് സംസാരിച്ചോ, ഞാനത് കേട്ടോളാന്ന് പറയും. ആക്ച്വലി എനിക്ക് നിന്റെ അടുത്ത് സോറി പറയണം കാരണം നീ ഒരുപാട് ഹേർട്ടായി, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നീ എന്റെ അടുത്ത് ക്ഷമിക്ക്. മോയിനെ ഇനി നിന്റെ പുറകെ വിടില്ല. അവൻ ഒരുപാട് പെൺകുട്ടികളാ വായി നോക്കി നടക്കുമെങ്കിലും ഒരാളോട് പോലും ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്ത് പറ്റിയെന്നും എനിക്ക് മനസ്സിലായില്ല. ഇനി ഞാൻ ആരെയും നിന്നെ നോക്കാനായിട്ട് ഏൽപ്പിക്കുന്നില്ല. ഡയറക്റ്റ് ഞാൻ തന്നെ ഇനി നിന്നെ നോക്കിക്കോളാന്ന് പറയും. എന്ത്, നീ എന്നെ നോക്കിക്കോളാന്നോ? ഞാനതിന് പട്ടിയോ പൂച്ചയോ ഒന്നുമല്ല. എന്നെ നോക്കാനായിട്ട് എനിക്കറിയാന്ന് പറയും. അങ്ങനെ പറയരുത്. നമ്മൾ രണ്ടുപേരും ഇപ്പൊ നല്ല ഫ്രണ്ട്സ് അല്ലേ? അപ്പൊ പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോ അത് വേണ്ടാന്ന് പറയുന്നത് അത്രയ്ക്ക് ശരിയൊന്നും അല്ലാന്ന് പറയും. എന്ത് ശരിയല്ലാന്ന്? ഫസ്റ്റ് ഡേ നമ്മൾ മീറ്റ് ചെയ്തത് ഓർമ്മയുണ്ടോ? അന്ന് തന്നെ നീ എന്റെ ഫോണും തട്ടിപ്പറിച്ച് എന്റെ നമ്പർ അടിച്ചു മാറ്റിയവനല്ലേ? അങ്ങനെയുള്ള നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന് ഇങ്ങനെ ചോദിക്കും. നീ ആ അപ്പാർട്ട്മെന്റിൽ വന്ന പിറ്റേ ദിവസം തന്നെ നിന്റെ അമ്മ നിന്റെ നമ്പർ എന്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ജസ്റ്റ് നിന്നെ ഒന്ന് കളിപ്പിച്ചതാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. പിന്നെ നിന്റെ പാരന്റ്സ് എന്നെ വിശ്വസിച്ചാണ് നിന്നെ ഇവിടെ നിർത്തി പോയിട്ടുള്ളത്. അതുമല്ലാണ്ട് ഞാൻ അവർക്ക് നിന്നെ നോക്കിക്കോളാന്നും പറഞ്ഞ് പ്രോമിസും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നെ എന്തായാലും ഹെൽപ്പ് ചെയ്യും. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നീ ഒരു മടിയും കൂടാണ്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറയും. വേണ്ട, എനിക്കൊരു ഹെൽപ്പും വേണ്ട, നീ ഇപ്പൊ ഇവിടെ നിന്ന് പോയാൽ മതി എന്നും പറഞ്ഞ് പുള്ളിക്കാരി വാഷിംഗ് മെഷീന്റെ ഡോറ് ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കും. പക്ഷെ പുള്ളിക്കാരിക്ക് പറ്റുന്നില്ല. അപ്പൊ തന്നെ ഷായും അതെ ഒരാൾ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞ് അങ്ങോട്ട് വരുമ്പോ അത് വേണ്ടാന്നും പറഞ്ഞ് റിജക്ട് ചെയ്യുന്നതേ അത്രക്ക് നല്ല കാര്യമൊന്നുമല്ല. ഒരു ഹ്യൂമൻ ആകുമ്പോ എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും ഹെൽപ്പ് വേണ്ടി വരും. അതുകൊണ്ട് നീ മാറി നിൽക്ക്, നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. ഇത് കേൾക്കുമ്പോ ലിയോനും ഹാപ്പി ആയിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് കോളേജിലുമോ ഫെയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. കുറച്ച് കഴിയുമ്പോൾ ഫെയ്യും അങ്ങോട്ടേക്ക് വരും. ഫെയ്, എനിക്ക് നിന്റെ അടുത്തൊന്ന് സംസാരിക്കണം. എനിക്ക് ഇപ്പോ ലിയോയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. നമുക്ക് രണ്ടുപേർക്കും ഇപ്പോ കപ്പിൾസ് ആയാലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ലമോ, അതൊരിക്കലും നടക്കില്ല. എനിക്ക് ലിയോനെ ഹേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അവളോട് ഒരാള് ഇഷ്ടമാണെന്ന് പറയുന്നത്. അത് നീയാണ്, അത് നീ മറന്നു പോകരുത്. ഞാനപ്പോ നിന്റെ കൂടെ ഡേറ്റിനായിട്ടൊക്കെ നടന്നാല് എന്റെ ഫ്രണ്ടിന് അത് ഹേർട്ടാവില്ലേ? ഓൾറെഡി അവള് ഒരുപാട് ബുള്ളിങ് അനുഭവിച്ചിട്ടുള്ള കുട്ടിയാണ്. അവളുടെ ഫേസിനെ പറ്റിയും ആറ്റിറ്റ്യൂഡിനെ പറ്റിയും സ്കൂളിൽ പഠിക്കുന്ന ടൈമിന് ഒരുപാട് അവള് ബുള്ളിങ് അനുഭവിച്ചിട്ടുണ്ട്. അതുമല്ലാണ്ട് അവളുടെ പഴയ ഫേസ് ഇവിടെയെല്ലാം സ്പ്രെഡ് ആയി കഴിഞ്ഞാല് അവൾക്ക് അത് ഭയങ്കര ഹേർട്ടിങ് ആകും. അതുമല്ലാണ്ട് അത് വെച്ച് ഇവിടെയുള്ള സ്റ്റുഡൻസും ലിയോനെ ബുള്ളി ചെയ്യും. ആ ഒരു കഷ്ടപ്പാടുകളെല്ലാം അനുഭവിച്ചാണ് അവൾ ഒരു ന്യൂ ഫേസോട് കൂടി ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരാള് വേറൊരു പെൺകുട്ടിയുടെ കൂടെ, അതും ലിയോന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള എന്റെ കൂടെ നീ ഡേറ്റിനായിട്ട് വന്ന അവൾക്ക് ഒരുപാട് ഹേർട്ടാകും. അവൾ ഈ കോളേജിൽ ഉള്ളിടത്തോളം കാലം ഒരിക്കലും നമുക്ക് ഡേറ്റ് ചെയ്യാനേ പറ്റില്ല. നീ എന്റെ അടുത്ത് ക്ഷമിക്കെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് അടിച്ചു വിടും. എന്താ ഫെയ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോ നിനക്ക് എന്നാ ബോയ് ഫ്രണ്ട് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഫെയ് ആണെങ്കിലോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഒരു നോട്ടവും നോക്കി പുള്ളിക്കാരി മുകളിലേക്ക് കയറി പോകും. അപ്പോ ലിയു ഇവിടെ നിന്ന് പോയാല് ഫെയ് എന്റെ ലവ് അക്സെപ്റ്റ് ചെയ്യും. ലിയുന എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറത്തി വിടണം. അവളുടെ പഴയ ഫേസ് എങ്ങനെയെങ്കിലും കണ്ടെത്തി സോഷ്യൽ
സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആക്കാം. അത് കണ്ടു തന്നെ അവൾ ഇവിടെ നിന്ന് പോയിക്കോളൂ എന്നും പറഞ്ഞിട്ട് മോയാണെങ്കിൽ ഒരു പ്ലാനൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. ചെയ്യാണ് ആക്ച്വലി ഈ ഒരു പ്ലാൻ മോയുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തത് പോലും. അത് പൊട്ടം മോക്ക് മനസ്സിലാവുന്നേ ഇല്ല. അതേ ടൈം ഫെയ് നേരെ ബോയുടെ അടുത്തേക്ക് ചെല്ലും. ബോയും ലിയോയും ഒരേ സ്കൂളിലാണല്ലോ പഠിച്ചത്. ഇവന്റെ അടുത്ത് നിന്ന് ആ സ്കൂളിന്റെ പേര് കണ്ടെത്തി കഴിഞ്ഞാല് എങ്ങനെയെങ്കിലും ലിയോന്റെ പഴയ ഫേസ് കണ്ടെത്താനായിട്ട് ഇവൾക്ക് സാധിക്കും. അതിനു വേണ്ടിയിട്ട് പുള്ളിക്കാരി നേരെ ബോയുടെ അടുത്തേക്ക് ചെന്ന് മനഃപൂർവ്വം അവന്റെ മേത്തേക്ക് തട്ടിയിട്ട് കയ്യിലുള്ള ഒരു ഫൗണ്ടേഷൻ നിലത്തേക്ക് ഇടും. എന്താ ബോയ് നീ ചെയ്തത്? എന്റെ ഫൗണ്ടേഷന്റെ നിലത്തേക്ക് പോയി. എത്ര രൂപയാണ് ഇതിനെന്ന് അറിയാമോ? ഇത് എന്ത് ബ്രാൻഡാണെന്ന് പോലും നിനക്ക് അറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. എത്ര രൂപയായിരുന്നാലും വേണ്ടില്ല, അതേ പ്രൈസിൽ അതേ ബ്രാൻഡിലുള്ള സാധനം ഞാൻ എങ്ങനെയെങ്കിലും നിനക്ക് വാങ്ങിച്ചു തരാന്ന് പറയും. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. പിന്നെ ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനായിട്ട് ഇരിക്കുവായിരുന്നു. നീ നന്നായിട്ട് ഫൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. എവിടെ വെച്ചാ നീ ഫൈറ്റ് ഒക്കെ പഠിച്ചത്? സ്കൂളിൽ പഠിക്കുന്ന ടൈമിനാണോ? നീ ഏത് സ്കൂളിലാണ് പഠിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ബോയ് രൂക്ഷമായിട്ടൊന്ന് നോക്കും. എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? നീ പഠിച്ച സ്കൂൾ ഏതാണെന്ന് അറിഞ്ഞാ എന്റെ കസിൻസിനോടൊക്കെ അവിടെ പോയി പഠിക്കാൻ പറയാനായിട്ടാണ്. നിന്നെ പോലെ ഫൈറ്റിംഗ് സ്കില്ലൊക്കെ അവർക്കും കിട്ടിയാലോ, അതിനു വേണ്ടിയിട്ടാണെന്ന് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ബോയും നീ പറയുന്ന വാക്കിലൊക്കെ മോയൊക്കെ വീഴുമായിരിക്കും. പക്ഷേ അതിലെന്നെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. നീ എന്തിനാണ് ഇതൊക്കെ അന്വേഷിച്ചു നടക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എന്റെ കയ്യിൽ നിന്ന് എന്തായാലും അത് കിട്ടാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ബോയ് അവിടെ നിന്ന് ദേഷ്യത്തിൽ നടന്നു പോകും. പുറകെ ഫെയ് വരുമെങ്കിലും പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ തന്നെ ഫെയ്ക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് ബോയ് നീ പറഞ്ഞില്ലെങ്കിൽ എന്താണ്, മറ്റൊരു വഴി എനിക്ക് ആ പേര് കിട്ടിയെന്നും പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് നടന്നു പോകും. ഇനി ഇവള് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് അറിയാണ്ട് ബോയും ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കും. അതേ ടൈം ഫെയ് ഇവൾക്കൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അതിൽ നിന്ന് ലിയോ പഠിച്ച സ്കൂളും ലിയോന്റെ പഴയ ഫേസും കൂടി മോയുടെ ഇൻസ്റ്റയിലോട്ട് അയച്ചു കൊടുക്കും. മോയും ഓൾറെഡി ലിയോനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞഴക്കണം എന്നുള്ള ഒരു വാശിയിലിരിക്കുവാണ്. അപ്പോ ഈ ഒരു സാധനം കിട്ടുമ്പോൾ പുള്ളിക്കാരന് ഭയങ്കര ഹാപ്പി ആകും. ഇത് ഏത് വഴിയാണ് വന്നത്, ഇത് ഫെയ്യാണ് അയച്ചതെന്നൊന്നും മോയ്ക്ക് അറിയില്ല. ആ ടൈമിനാണ് സ്കൂൾ ഗ്രൂപ്പിലേക്ക് നാളെ 10 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് അറിയിച്ചുകൊണ്ടൊരു മെസ്സേജ് വരുന്നത്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ നമ്മുടെ ലിയോ കോളേജിലേക്ക് വരുമ്പോൾ സ്കൂൾ ഗ്രൂപ്പ് എടുത്ത് നോക്കും. അതിലും ഇതേ മെസ്സേജ് ഒക്കെ കാണുന്നുണ്ട്. അതിങ്ങനെ വായിച്ചോണ്ടിരിക്കുമ്പോൾ മോയുടെ അടുത്ത് നിന്നും ലിയോനൊരു മെസ്സേജ് വരും. നീ മീറ്റിംഗ് ഹാളിലേക്ക് 9 മണിയാവുമ്പോ തന്നെ എത്തണം. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലെങ്കിൽ നിന്റെ പഴയ ഫേസ് ഈ കോളേജ് മൊത്തം ഞാൻ സ്പ്രെഡ് ആക്കും. അത് ഞാൻ ചെയ്യണ്ടെങ്കിൽ കറക്റ്റ് ടൈമിന് തന്നെ നീ അവിടെ എത്തിയേക്കണോന്ന് പറഞ്ഞുള്ള മെസ്സേജാണ്. ഇത് കാണുമ്പോ തന്നെ ലിയോന് വല്ലാത്ത ടെൻഷൻ ആകും. ആ ടൈമിന് മോയുടെ അടുത്ത് നിന്നും കോളും കൂടി വരും. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ, 9 മണിയാകുമ്പോ തന്നെ മീറ്റിംഗ് ഹാളിലേക്ക് വരണം. വന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യും. നിന്റെ ഫോട്ടോസൊക്കെ ഇവിടെ മൊത്തം ഞാൻ സ്പ്രെഡ് ആക്കുമെന്നും പറഞ്ഞ് കോൾ അങ്ങോട്ട് കട്ട് ചെയ്യും. ലിയോന് വല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ട്. ഇനി എങ്ങാനും ഫോട്ടോസൊക്കെ സ്പ്രെഡ് ആയി കഴിഞ്ഞാല് സ്കൂളിന് അനുഭവിച്ച പോലെ തന്നെ ബുള്ളിങ് ഇവിടെയും അനുഭവിക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് വല്ലാണ്ട് ടെൻഷനായിട്ട് മീറ്റിംഗ് ഹാളിലേക്ക് നടക്കും. ആ ടൈമിന് ആൻ ഓപ്പോസിറ്റ് വരും. ലിയോ നീ എങ്ങോട്ടാ പോകുന്നത്? മീറ്റിംഗ് ഹാളിലേക്കാണോ? അതിന് മീറ്റിംഗ് 10 മണിക്കാണെന്ന് പറയും. അത് കുഴപ്പമില്ല, എനിക്ക് അവിടെ ചെന്നിട്ട് ഒരു അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ച് മുന്നോട്ട് നടന്നു പോകും. ഇവളുടെ ടെൻഷനൊക്കെ കാണുമ്പോൾ ആനിന് വല്ലാത്തൊരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്. അതേ ടൈം ലിയോ ഫേക്ക് മെസ്സേജ് അയക്കും. മോക്ക് എന്റെ പഴയ ഫോട്ടോസൊക്കെ എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട്. ആ ഫോട്ടോസൊക്കെ വെച്ച് എന്നെ ഇപ്പോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പൊ തന്നെ മീറ്റിംഗ് ഹാളിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ എന്തെങ്കിലും പ്രോബ്ലം നടക്കും. എന്തായാലും നീ അങ്ങോട്ടേക്ക് വരണമെന്നും പറഞ്ഞുള്ള മെസ്സേജാണ്. ഈ മെസ്സേജ് ഫേക്ക് ആണെന്നുണ്ടെങ്കിലും കാണാത്ത പോലെ ഫോൺ നിലത്ത് വെച്ച് മിമിയുടെ കൂടെ സംസാരിക്കാനായിട്ട് തുടങ്ങും. അതേ ടൈം ലിയോയും മോയുടെ അടുത്തേക്ക് എത്തും. കറക്റ്റ് ടൈമിന് തന്നെ എത്തിയല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്താ മോ ഇത്? എന്തിനാണ് ആ ഫോട്ടോസ് വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഓൾറെഡി എല്ലാവരുടെയും മുമ്പിൽ നീ എന്നെ ഒരുപാട് നാണം കെടുത്തി. ഇനിയും എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് വേറൊന്നും വേണ്ട, നീയേ ഞാൻ പറയുന്നത് പോലെ കേട്ടാ മാത്രം മതി. നീ നേരെ ഫെയ്യുടെ അടുത്തേക്ക് ചെല്ലണം. എനിക്ക് മോയിനെ ഇഷ്ടമല്ല. നീയും മോയും കൂടി ഡേറ്റ് ചെയ്തു, അതിലെനിക്കൊരു പ്രോബ്ലവും ഇല്ലാന്ന് പറയണം. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തില്ലെങ്കിൽ നിന്റെ പഴയ ഫോട്ടോസ് എല്ലാം ഞാനിവിടെ ലീക്കാക്കി വിടും. പിന്നെ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ ടൈമിന് ആ നേരെ ബോയുടെ അടുത്തേക്ക് ചെല്ലും. എന്താടാ നീ ഇന്ന് മീറ്റിങ്ങിനായിട്ട് വരുന്നില്ലെന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ വരുന്നൊന്നുമില്ല, കുറച്ച് വർക്കൊക്കെ ഉണ്ട്, അപ്പൊ അത് ചെയ്യാന്ന് വിചാരിച്ചു എന്ന് പറയും. ഇപ്പോഴാ ഒരു കാര്യം ഓർത്തത്, ലിയോ നേരെ മീറ്റിംഗ് ഹാളിലേക്ക് പോയിട്ടുണ്ട്. 10 മണിക്കാണെന്ന് പറഞ്ഞിട്ടും എന്തോ ഒരു വർക്ക് അവിടെ ഉണ്ടെന്നും പറഞ്ഞ് ഇത്തിരി ടെൻഷൻ അടിച്ചാ പോയത്. നീ എന്തായാലും ഒന്ന് ചെല്ലെന്ന് പറയും. അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ ലിയോന്റെ കാര്യം എപ്പോഴും ചിന്തിക്കുന്നത് കൊണ്ടാണ് എല്ലാത്തിലും ഡൗട്ട് തോന്നുന്നത്. എന്തായാലും നടക്കെന്നും പറഞ്ഞ് രണ്ടും കൂടി നടക്കും. ആ ടൈമിനാണ് വേറെയുള്ള ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ അവിടെ അവിടേക്ക് ഇരിക്കുന്നത് ഇവര് കാണുന്നത്. അങ്ങനെ തന്നെ അവരുടെ അടുത്ത്
എന്ന്. നിങ്ങൾക്ക് ഇന്ന് മീറ്റിംഗ് ഇല്ലെന്ന് ഇങ്ങനെ ചോദിക്കും. എന്ത് മീറ്റിംഗ്, എവിടെ വെച്ച്, ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയും. ഓ, അപ്പോ ഞങ്ങൾക്ക് മാത്രമേ മീറ്റിംഗ് ഉള്ളൂ എന്നും പറഞ്ഞ് ആദ്യം ഒന്ന് നടക്കും. പിന്നീടാണ് ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുന്നത്. അതില് മീറ്റിംഗ് ഉണ്ടെന്ന് അനൗൺസ് ചെയ്തേക്കുന്നത് പോലും മോയാണ്. ഇതിലെന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, ലിയോന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, അതാണെന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മീറ്റിംഗ് ഹാളിലേക്ക് ഓടും. ആനിനൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്താണ് എന്നെ വിട്ടിട്ട് പോകുന്നത്, നീ എങ്ങോട്ടാ പോകുന്നത്, എന്താണെങ്കിലും പറഞ്ഞിട്ട് പോടാന്നും പറഞ്ഞ് ബോയുടെ പുറകെ ആനും വെച്ച് പിടിക്കും. അതേ ടൈം മീറ്റിംഗ് ഹാള് കാണിക്കാണ്. അവിടെ ഇപ്പോ ഇവരുടെ ക്ലാസ്സിലുള്ള എല്ലാവരും തന്നെ ഒത്തുകൂടിയിട്ടുണ്ട്. മോയ അവിടെ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ ലിയോയും ഉണ്ട്. ലിയോനാണെങ്കിലും വല്ലാണ്ട് ടെൻഷനായി ചിവറായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഫെയ് അകത്തേക്ക് കയറി വരുന്നത്. ഫെയിനെ കാണുമ്പോ തന്നെ ലിയോ ഓടി ഫെയ്യുടെ അടുത്തേക്ക് ചെല്ലും. ഫെയ്, മോയ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, നീ അവനെ ഡേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്റെ ഫോട്ടോസ് എല്ലാം ലീക്ക് ആക്കുമെന്നും പറയുന്നുണ്ട്, ഞാനിനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഫെയ്യും, അതിന് എനിക്ക് മോയുടെ അടുത്ത് ലവ് ഒന്നും ഇല്ലല്ലോ, അത് ഞാൻ ഓൾറെഡി നിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്കറിയാം ഫെയ്, നിനക്ക് മോയുടെ അടുത്ത് ഒരു ഫീലിങ്സും ഇല്ലാന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യും, എന്റെ ഫോട്ടോസ് ലീക്ക് ആക്കിയാലും എനിക്കൊരു പ്രോബ്ലവും ഇല്ല. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാ ഞാൻ കാരണം ഡേറ്റ് ചെയ്യാൻ പാടില്ല, അത്ര മാത്രമേ എനിക്കുള്ളൂ എന്നറിയും. എനിക്ക് കുഴപ്പമൊന്നുമില്ല ലിയോ, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, നിനക്ക് വേണ്ടിയിട്ട് എന്റെ ജീവൻ കളയാൻ പോലും ഞാൻ തയ്യാറാണ്, നീ പേടിക്കണ്ട, ഞാൻ അവനെ ഡേറ്റ് ചെയ്തോളാം, അതിലെനിക്കൊരു പ്രോബ്ലവും ഇല്ല എന്ന് പറയും. വേണ്ട ഫെയ്, നീ അത് ചെയ്യരുത്, നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നീ ഒരിക്കലും ചെയ്യാൻ പാടില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. കുഴപ്പമില്ല ലിയോ, ഞാനത് ചെയ്തോളാം, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയിട്ടല്ലേ, എനിക്കൊരു പ്രോബ്ലവും ഇല്ല എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് മോയെന്നും പറഞ്ഞ് വിളിക്കും. മോയ്ക്കാണെങ്കിലോ വല്ലാണ്ട് ഹാപ്പി ആയിട്ട് നേരെ ഫെയ്യുടെ അടുത്തേക്ക് വരും. എന്താ ഫെയ്, നീ എന്താ എന്നെ വിളിച്ചെന്ന് ഇങ്ങനെ ചോദിക്കും. അത് എനിക്ക് നിന്നെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോ തന്നെ ലിയോ അവിടെ ഇരുന്ന് ഒച്ച വെക്കും. വേണ്ട ഫെയ്, നീ അത് ചെയ്യരുത്, നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നീ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറയും. മോയ്ക്കാണെങ്കിൽ വല്ലാണ്ട് ടെൻഷനാകും. ലിയോ നീ മിണ്ടാണ്ടിരിക്കെന്ന് പറഞ്ഞിട്ട് റിമോട്ട് എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നാലും ലിയോ മിണ്ടാണ്ടിരിക്കാണ്ട്, ഇല്ല ഫെയ്, സമ്മതിക്കാൻ പാടില്ല, എനിക്ക് വേണ്ടിയിട്ട് നീ നിന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യരുത്, നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഡേറ്റ് ചെയ്യരുത്, അത് എനിക്ക് ഇഷ്ടമല്ലാന്ന് വീണ്ടും ഒച്ചത്തിൽ പറയും. ഇത് കേൾക്കുമ്പോ മോയ്ക്ക് വീണ്ടും ടെൻഷനാകും. നിനക്ക് എന്താ പ്രോബ്ലം, ഫെയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ട്, അത് പറയാനായിട്ടാണ് അവളിവിടെ നിൽക്കുന്നത് പോലും, അപ്പൊ നീ അതിനിടയിലേക്ക് കയറാൻ പാടില്ല എന്ന് പറയും. ഇല്ല, ഫെയ്ക്ക് നിന്നെ ഇഷ്ടമില്ല അല്ലേ ഫെയ്, നിനക്ക് ഇഷ്ടമില്ലല്ലോ, നീ എന്റെ അടുത്ത് പറഞ്ഞതല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ ഫെയ്ക്ക് ആണെങ്കിലോ ഒന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ തന്നെ തല കുമ്പിട്ട്, എനിക്ക് മോയിനെ ഇഷ്ടമില്ല, ലിയോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയും. ഇത് കേൾക്കുമ്പോ മോയ്ക്ക് വീണ്ടും ടെൻഷനാകും. നീ കാരണമാണ് ഫെയ് എന്റെ അടുത്ത് ഇഷ്ടം തുറന്നു പറയാത്തത്, ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീ പോകുന്നതായിരിക്കും നല്ലത്. നീ അങ്ങനെ എങ്ങാനും ഡിസ്റ്റർബ് ചെയ്താ നിന്റെ പഴയ ഫേസ് ഞാൻ ഇവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. എന്താ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ലിയോന്റെ പഴയ ഫേസ് കാണണമെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഒരു പയ്യൻ ചാടി കഴിഞ്ഞിട്ട്, വേണ്ട, അത് ലിയോന്റെ പ്രൈവസിയാണ്, അതിലേക്ക് ആരും കടന്ന് കയറരുത്, അത് ശരിയാവില്ല എന്ന് പറയും. അപ്പൊ തന്നെ മാർക്ക്, അതൊന്നും കുഴപ്പമില്ല, ലിയോന്റെ പഴയ ഫേസ് ഞങ്ങൾക്കും കാണണമെന്ന് പറയും. കണ്ട ലിയോ, എല്ലാവർക്കും നിന്റെ പഴയ ഫേസ് കാണണം, ഞാനത് കാണിച്ചു കൊടുക്കട്ടെ എന്നും പറഞ്ഞ് റിമോട്ടുമായിട്ട് നിൽക്കും. ആ ടൈമിന് കറക്റ്റ് ആയിട്ട് പോയി അങ്ങോട്ടേക്ക് വന്ന് മോയ്ക്കിട്ടൊരു ചവിട്ട് വെച്ചു കൊടുക്കും. അവനും തെറിച്ചു വീഴും. എന്നാലും അടങ്ങാണ്ട് എഴുന്നേറ്റ് വന്ന് ബോയിനെ തല്ലാനായിട്ടൊക്കെ നോക്കും. രണ്ടുപേരും കൂടി ഒരുപാട് നേരം ഫൈറ്റ് ഒക്കെ നടക്കും. ഒരു സ്റ്റിക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന് ബോയിനെ തല്ലാനായിട്ട് ശ്രമിക്കും. അത് അവൻ തടയുന്ന ടൈമിന് ഉള്ളം കയ്യിൽ ഒരു മുറിവ് വരെ വരും. അപ്പൊ തന്നെ ബോയ് ആ ഒരു സ്റ്റിക്ക് വാങ്ങിച്ചെടുത്ത് മോയ്ക്കിട്ട് നന്നായിട്ട് അടി കൊടുക്കും. അടി കൊണ്ട് വീണിട്ട് പോലും മോ ആ ഒരു റിമോട്ട് എടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പൊ തന്നെ പോയി ആ റിമോട്ടും കൂടി തല്ലി പൊട്ടിച്ചു കളയും. എന്നിട്ട് അപ്പൊ തന്നെ പോയി തിരിഞ്ഞ് ലിയോനെ നോക്കും. ആ ഒരു നോട്ടത്തിൽ തന്നെ നീ ഓക്കെ അല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഇത് കാണുമ്പോൾ ലിയോനും വല്ലാത്തൊരു സന്തോഷമൊക്കെ വരും. ആ ടൈമിന് അവിടെ നിൽക്കുന്ന എല്ലാ സ്റ്റുഡൻസിന്റെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് തുടങ്ങും. ലിയോന്റെ പഴയ ഫേസ് ആണ് ഇവർക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. എല്ലാവരും അത് കണ്ട്, അയ്യേ ലിയോന്റെ ഫേസ് എത്ര അഗ്ലിയാണ്, എന്തോരം പിമ്പിൾസ് ആണ്, ഒരു ഭംഗിയില്ല, എന്തോരം പ്ലാസ്റ്റിക് സർജറി ഇവൾ ഈ ഫേസിൽ ചെയ്തിട്ടുണ്ടാകും, എന്നിട്ട് നാച്ചുറൽ ബ്യൂട്ടി ആണെന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നേക്കുവാണ്, നിങ്ങളെല്ലാവരും ഈ ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്ത് വിടുന്നും പറഞ്ഞ് ഓരോ സ്റ്റുഡൻസ് പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടും കേട്ടും ഫെയ് ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. എന്നാലും ലിയോന്റെ മുമ്പിൽ നല്ലവളായിട്ട് ചമയാൻ വേണ്ടിയിട്ട്, അയ്യോ ഫ്രണ്ട്സ്, നിങ്ങൾ ആരും ഷെയർ ചെയ്യരുത്, അത് ലിയോന്റെ പേഴ്സണൽ ലൈഫാണ്, അത് നിങ്ങൾ പബ്ലിക് ആക്കരുതെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്ത് അഭിനയിച്ചുകൊണ്ടിരിക്കും. ഇത് കാണുമ്പോൾ ബോയ്ക്ക് വല്ലാത്ത ടെൻഷൻ വരും. നീയാണ് ഇതിനെല്ലാം കാരണം, ആദ്യം നീ മിണ്ടാണ്ട് നിൽക്കുന്നു പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ച
വെക്കും. ആ ടൈമിന് തന്നെ ലിയോനും വല്ലാത്ത സങ്കടം വന്ന് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോകും. ബോയും പുറകെ പോകുന്നുണ്ടെങ്കിലും ലിയോ നേരത്തെ തന്നെ ഒരു ടാക്സി പിടിച്ച് അവിടെ നിന്ന് അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകും. ഇവനാണെങ്കിലോ ഇവളുടെ അപ്പാർട്ട്മെന്റ് എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെ തന്നെ ആനെ വിളിച്ച് ലിയോ താമസിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഞാനും ലൊക്കേഷൻ അയച്ചു കൊടുക്കും. അങ്ങനെ ബോയും ഒരു ടാക്സിയൊക്കെ പിടിച്ച് നേരെ ലിയോന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലും. ഞാൻ ഒരിക്കലും അവളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ടല്ല പുറകെ നടക്കുന്നത്, ഞാൻ അവളുടെ കൂടെ നടക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അത് ഞാൻ ഇന്ന് അവൾക്ക് തെളിയിച്ചു കൊടുക്കുമെന്നും പറഞ്ഞിട്ട് ബോയ് അങ്ങനെ തന്നെ നടന്ന് അകത്തേക്ക് ചെല്ലും. ആ ടൈമിന് ബോയുടെ ഹാർട്ട് നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമ്മുടെ ലിയോ വല്ലാണ്ട് സങ്കടപ്പെട്ട് ഷായിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ടിരിക്കാണ്. ഇത് കണ്ട് വല്ലാണ്ട് ടെൻഷനായി, അതും വല്ലാത്ത സങ്കടത്തില് നോക്കിക്കൊണ്ട് ബോയും നിൽക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ, സീ യു.